ഹലോ, ഞാൻ ലിബിലി. അപ്പൊ ഞാൻ ഇന്ന് ഈ കൊല്ലത്തെ 7ാമത്തെ സിനിമ, അതായത് ഓഫ് റോഡ് എന്ന് പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വൺ ടൈം വാച്ചബിളായ ഒരു പടം അങ്ങനെ വേണം പറയാം. അതായത് എനിക്ക് അതിന്റെ കഥയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. അതൊരു ത്രില്ലർ പോലെയാണ് സംഭവം പോണത്. പിന്നെ ഈ ഹൈ റേഞ്ച് ഏരിയ ഒക്കെ കാരണം നല്ല വിഷ്വൽ ബ്യൂട്ടി ആയിട്ടുള്ള നല്ല വിഷ്വൽ ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളും അതിൽ വരുന്നുണ്ട്. പടം എന്തുകൊണ്ട് ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിൽ അഭിനയിച്ചിരുന്നത് അപ്പാനി രവി, അതായത് അങ്കോര ഡയറത്തിലെ വല്ല അപ്പാനി രവി. പിന്നെ ബാക്കിയുള്ളവരുടെ പേര് എനിക്കറിയില്ല. പിന്നെ ഒരു പരിചയമുള്ള ഒരു മുഖം എന്ന് പറഞ്ഞാൽ മറ്റേ ദിലീപിന്റെ സ്പീഡ് ട്രാക്ക് എന്ന് പറഞ്ഞ പടത്തില്ലേ, അതില് റിയാസ് ഖാന്റെ കൂടെ നടക്കുന്നത് എന്താ മച്ചാന്നൊക്കെ ചോദിക്കുന്ന ആ പുള്ളി എനിക്ക് മുഖപരിചയമുള്ള ആ പുള്ളിനെ മാത്രമാണ്. രണ്ടുപേരെയും മുഖപരിചയമുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇത് പുതുമുഖങ്ങളെന്ന് പറയാൻ പറ്റില്ല, കാരണം മുമ്പൊക്കെ പടങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട് അവരെ. പിന്നെ എന്തുകൊണ്ടും പടം ഞാൻ പറഞ്ഞില്ലേ, ഒരു ത്രില്ലർ പടമാണ്. ത്രില്ലർ ജോണറിൽ പോണ ഒരു കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് രസമുണ്ട്. അപ്പനിയുടെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആക്ടിംഗ് പീസ് നോക്കണമെങ്കിൽ എല്ലാവരും കിട്ടും തന്നെ. എന്തായാലും പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത്, ഇതിൽ 2-3 പാട്ടുകളുണ്ട്. അതൊക്കെ സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഫ്രഷ്നെസ് തന്നെ ഒരു പാട്ടുകളൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ ഈ പടത്തിന്റെ വലിയൊരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റാർ കാസ്റ്റ് അധികം ഇല്ലാത്ത കാരണമായിരിക്കും അധികം തിയേറ്ററുകളൊന്നും കിട്ടിയില്ല. ഇപ്പൊ കണ്ട് കുറച്ച് ഒരു 4-5 തിയേറ്റർ കണ്ടോ കിട്ടിയിട്ടു ഈ കൊച്ചിയിലുള്ളൂ. അപ്പൊ ഉള്ളിടത്ത് പോയി കാണാൻ നോക്കുക. എന്തായാലും നല്ലൊരു പടമാണ്, ഒരു കഥയുള്ള ഒരു നല്ലൊരു പടമാണ്. പിന്നെ ഇതിന്റെ ക്യാമറ വർക്കൊക്കെ ഗംഭീരമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അത് ഹൈ റേഞ്ച് ഒക്കെ ആയിരുന്നേ, നമുക്കൊരു ഹൈ റേഞ്ച് പരിപാടികളൊക്കെ കാരണം ആ ഒരു വിഷ്വൽ എല്ലാ ഫ്രെയിമിലും അതിന്റെ ഭംഗിയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തുകൊണ്ട് ഒരു വൺ ടൈം വാച്ച് മൂവി കണ്ടു.